അവിടെ ഇരുന്ന് സാധനം തരുന്നു. ഡോസ് അങ്ങനെ കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്ന പോരാട്ടങ്ങളും ഒരിക്കൽ കൂടി ഒരുക്കും. വാക്കാടിന്റെ കായികാസ്വാദകർ നല്ലൊരു കൈകൃതം സ്വീകരിച്ചു. ഇത് കളിയാട്ടത്തിന്റെ പോരാട്ട വീതി അണിയിച്ചൊരുക്കി ഇതിന്റെ പടയോട്ടകളത്തിലേക്ക് 16 ടീമുകളെ വിളിച്ചു വരുത്തി പോരിന്റെ പെരുമയുള്ള പോരാട്ടങ്ങളുമായി അസോസിയേഷൻ അണിയിച്ചൊരുക്കിയ കോട്ടയം ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിലേക്ക് കടന്നു വന്നു. ബി ഗ്രൂപ്പിന്റെ 2ാം റൗണ്ട് പോരാട്ടങ്ങൾ കളിക്കളത്തിൽ എത്തിച്ചേരും. ലക്ഷ്യായ എരുമേലി ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് വള്ളിനായിൽ കോൾഡ് സ്റ്റോറേജ് ഇലഞ്ഞി കല്ലറയുടെ നാമധേയത്തിൽ എത്തിച്ചേർന്ന പോരാളികൾ സഹൃദയ കോത്തല കൈയടിച്ചൊന്ന് സ്വീകരിക്കേണ്ടെന്ന പടയാളി കൂട്ടങ്ങളായി 14 പേരങ്ങനെ കളിക്കളത്തിൽ ആടിത്തിമർത്താടുന്ന പോരാളി കൂട്ടങ്ങളെ പോലെ കളിമികവിന്റെ പോരാട്ടങ്ങളും അണിയിച്ചൊരുക്കുമ്പോൾ ദീർഘനാളുകൾക്ക് ശേഷം ഒരു കളിക്കളത്തിൽ കോർട്ടിലേക്ക് കളിക്കാമെന്ന് വഴിമാറുമ്പോൾ പഴയ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് കളിക്കളത്തിൽ പോരിന്റെ പെരുമയുള്ള പോരാട്ടം തീർക്കാൻ പഴയകാല പ്രൗഢിയോടെ കടന്നു വന്നവരത് സഹൃദയ കോത്തല വള്ളിനായിൽ കോൾഡ് സ്റ്റോറേജ് ഇലഞ്ഞി കല്ലറയുടെ കൈപിടിച്ചെത്തിച്ചേർന്ന മഞ്ഞ കുപ്പായക്കാർ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് എരുമേലിയുടെ മണ്ണിൽ നിന്നും ശ്രീധർമ്മ ശാസ്താവിന്റെ അനുഗ്രഹങ്ങളും ആശീസുകളും ഏറ്റുവാങ്ങി വാമന സ്വാമിയുടെ നടയിൽ കുമ്പിട്ട് ഇതിന്റെ കളിക്കളത്തിലേക്ക് നീല വെള്ള കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി കടന്നെത്തുന്നവരത് പ്രവീണും കൂട്ടാളികളും കൈയടിച്ചൊന്നും സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളാണത്. കൈയടിച്ച് ഇത് പോരിന്റെ പെരുമയുള്ള പോരാട്ടങ്ങളാണ്. കോട്ടയത്തിന്റെ കളിക്കളത്തെ ഇളക്കി മറിക്കാൻ ചാടി ചൂടുള്ള പോരാട്ടങ്ങളുമായി കടന്നു വന്നവർ ഇതിന്റെ കളിയാളിന്റെ പോരാട്ട കളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കൈയടിച്ച് ഇത് കളിയാവേശത്തിന്റെ കളിക്കളം വീടുകൾ വലിച്ചു മുറുക്കിക്കൊണ്ട് മഞ്ഞ പടയാളികളുടെ മുന്നേറ്റമാണ്. വള്ളിനാളിൽ കോൾഡ് സ്റ്റോറേജിന്റെ കളിക്കൂട്ടങ്ങൾ അങ്ങനെ സഹൃദയ കോത്തലയങ്ങൾ തിരിച്ചു വരവിന് വാങ്ങിയെടുക്കാൻ പ്രവീണ കൂട്ടാളികളും അവസാന ഇഞ്ചിൽ നിന്ന് പോലും ഒരു തിരിച്ചു വരവിന് സമയമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 9:45 അടിയിൽ അനുവദിച്ച 480 കിലോ തൂക്കത്തിൽ നിന്നും 400 ഗ്രാം അധിക തൂക്കം കാണിച്ച് KVM ഇലക്കാട് മത്സരകളത്തിൽ നിന്നും പുറത്തു പോകുന്നു. ഗ്രാൻഡ് ക്ലാസിക് കോത്തല മത്സരം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്ന പോരാട്ടം സി ഗ്രൂപ്പിന്റെ ആദ്യ പോരാട്ടം. കളിക്കളത്തിൽ പോരിന്റെ പെരുമയുള്ള കോട്ടയത്തിന്റെ താര തമ്പുരാക്കന്മാരെ കൂട്ടുപിടിച്ച് കടന്നെത്തും മീനച്ചിൽ സെവൻസ് പാല. ഒരു കാലഘട്ടം അത്രയും കോട്ടയം ജില്ലയുടെ വടംവലി കളങ്ങളിൽ ഉയർന്നു കേട്ട നാമധേയങ്ങളത് ആവേശത്തിന്റെ പടയോട്ടങ്ങളിലേക്ക് എത്തിച്ചേർന്നവർ സിരിച്ചനും രാജീവുമെല്ലാം അടങ്ങുന്ന പോരാളികൾ മീനച്ചിലാറിന്റെ തീരങ്ങളിൽ നിന്നും തുള്ളിക്കളിക്കുന്ന പരൽവീരികൾ പോലെ കളിക്കളത്തിൽ എത്തിച്ചേർന്ന് ആദ്യ വിജയങ്ങൾക്കാട് കുറവില്ലാനാട് കുറവിലങ്ങാട് സച്ചിൻ ബ്രദേഴ്സിന്റെ പോരാളികൾ ബ്രദേഴ്സ് ഏറ്റുമാനൂർ ടീമുകൾ മത്സരങ്ങൾക്കായി തയ്യാറായി ഉടനെ എൻട്രൻസിലേക്ക് എത്തിച്ചേരും. ഈ മത്സരത്തിന്റെ നല്ല നടത്തിപ്പിനും അതിന്റെ ധനശേഖരം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ
അണിയിച്ചൊരുക്കിക്കൊണ്ട് അയ്യാരി കോട്ടയം ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 20 രൂപയുടെ ചാമ്പ്യൻ സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 50 കിലോ അരിയിൽ തുടങ്ങി, രണ്ടാം സമ്മാനം വാച്ച്, മൂന്നാം സമ്മാനം അയൺ ബോക്സ്, നാലാം സമ്മാനം ജോൺ ഓഫ് പാർക്ക് ടച്ചിങ്സ് ആണ്. സ്വീകരിക്കേണ്ടത് പോരാട്ടങ്ങൾ വീണ്ടും കളികൾ ആവേശത്തിന്റെ പടയോട്ടങ്ങളുമായി ഈ കളിക്കളം അണിയിച്ചൊരുക്കിയ ന്യൂബോൺ വാക്കാട് വടംവലി ടീം മലപ്പുറത്ത് കഞ്ഞിക്കുഴിയുടെ പോരാളികൾ ഉദയ കഞ്ഞിക്കുഴി. ആവേശകരമായ പോരാട്ടത്തിന്റെ ആദ്യ ലൈനപ്പിൽ തന്നെ കളിക്കളം ഒന്ന് കീഴടക്കാൻ ഓപ്പൺ ലോഡിൽ കൊണ്ട് ഉദയ കഞ്ഞിക്കുഴിയെങ്കിൽ മലപ്പുറത്ത് മനോജ് വെന്നി ഷിൻഡോ മാത്യുവിന്റെ പോരാളികൾ ന്യൂബോൺ വാക്കാട്. ഏതാണ്ട് 1 മാസക്കാലമായി ഈ മുഖ്യമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് നമുക്ക് കേട്ടിരിക്കുന്നത് ആദരണീയനായ നിയമസഭാ സാമാജികൻ ശ്രീ മോൻസ് ജോസഫ് MLA അവർകളാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് ഇടയ്ക്ക് നമുക്കൊപ്പം വന്ന് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഈ മത്സരത്തിന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ വടക്കുംപുറം ശ്രീ ജെ നേശമണി ചേർന്നകുന്നേൽ, ശ്രീ ജയേഷ് JN വാഴയിൽ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് അയ്യാരി ടഗോഫാർ അസോസിയേഷന്റെയും ന്യൂബോൺ വാക്കാട് വടംവലി ടീമിന്റെയും പേരിലുള്ള പോരാളികളത് പ്രദേശ് ഏറ്റുമാനൂർ സച്ചിൻ പ്രദേശിന്റെ പോരാളികളായി കളിക്കളത്തിൽ കോട്ടയത്തിന്റെ താരരാജാവ് രാമേട്ടനെ കൂട്ടുപിടിച്ച് കളിമികവിന്റെ പോരാട്ടം. സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം ഓപ്പൺ ലോഡിൽ തന്നെ ലീഡുകൾ വലിച്ചു മുറുകിക്കൊണ്ട് കളിക്കളത്തിലേക്ക് അവസാന ലൈനിലേക്ക് നടന്നു കയറാൻ ഉറപ്പിക്കുന്നവർ പ്രദേശ് ഏറ്റുമാനൂർ. തിരിച്ചു വരവിന് പാതയൊരുക്കാൻ കളിമികവിന്റെ പോരാട്ടക്കളത്തിൽ കുറവില്ല നാടിന്റെ നാട്ടിൽ നിന്നും എത്തിയവർ മുത്തിയമ്മനാട് കുറവില്ല. ഈ മത്സരത്തിന് നല്ല നടത്തിപ്പിന് വേണ്ടി സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത സഹൃദയൻ ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ ഈ മത്സരത്തിന് വേണ്ടി ഒന്നാം ചാമ്പ്യന്മാരെ കാത്തിരിക്കുന്നു. സനോജ് ജോസ് ആനാങ്കുഴി, ഒപ്പം അലീഷാൻ അലോഷി ആൽബിൻ പാലത്താനം നൽകുന്ന ട്രോഫി സമ്മാനം. രണ്ടാം സ്ഥാനക്കാർക്ക് മഹേഷ് PK ചലഞ്ചർ ലോറി സർവീസ് കുര്യനാട്, ഷാജി സണ്ണി അനൂപ് കുഞ്ഞാപ്പ എർത്തുമവേഴ്സ് എന്നിവർ സംയുക്തമായി നൽകുന്ന 6001 രൂപ ക്യാഷ് അവാർഡും, ശ്രീ സനോജ് സണ്ണീമ 4001 രൂപ ക്യാഷ് അവാർഡും, വിൽസൺ ജോൺ കടുവാക്കുഴി സ്പോൺസർ ചെയ്യുന്ന ട്രോഫിയും. നാലാം സ്ഥാനക്കാർക്ക് ജിബിൻ സെബാസ്റ്റ്യൻ മാമൂട്ടിൽ സ്പോൺസർ ചെയ്യുന്ന 3001 രൂപ ക്യാഷ് അവാർഡ്. വീണ്ടും സങ്കട വാർത്തകൾ വീണ്ടും എത്തിച്ചേരുന്നു. മത്സരങ്ങളത്തിലെ 7 സ്റ്റാർ 3 നിലവ് മീനച്ചിൽ സെവൻസ് പാല തൊട്ട് മുൻപ് നടന്ന മത്സരത്തിൽ 7 സ്റ്റാർ 3 നിലവ് അധിക തൂക്കം കാണിച്ച മത്സരങ്ങളത്തിൽ പുറത്തു പോകുന്നു. ആ ഗ്രൂപ്പിൽ അതുകൊണ്ട് തന്നെ ലൂസേഴ്സ് പോരാട്ടം ഉണ്ടായിരിക്കുന്നതല്ല. ടീമുകൾ ശ്രദ്ധിക്കുക. ന്യൂബോൺ വാക്കാട് ടീം ശ്രദ്ധിക്കുക. ലൂസർ മത്സരം അടുത്ത റൗണ്ട്. നാമധേയത്തിൽ സഹൃദയ ഗോത്തല ഇലഞ്ഞി കല്ലറ മത്സരങ്ങളത്തിൽ സഹൃദയ ഗോത്തല വിജയിച്ചെങ്കിലും ക്ലാസ് പോയിന്റിൽ സഹൃദയ ഗോത്തല പരാജയപ്പെട്ടിരിക്കുന്നു. അനുവദിച്ച തൂക്കത്തിനേക്കാൾ അധിക തൂക്കം കാണിച്ച് സഹൃദയ ഗോത്തല മത്സരങ്ങളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മത്സരങ്ങളത്തിൽ ലക്ഷ്യ എരുമേലി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. സ്വീകരിക്കേണ്ടത് പോരാട്ടം ആവേശത്തിന്റെ പടയോട്ടങ്ങളത്തിലേക്ക് വീറും വാശിയുമുള്ള പോരാട്ടം ഒരുക്കാൻ കടന്നു വന്ന പോരാളി കൂട്ടങ്ങൾ ഈ കളിക്കളത്തിന്റെ വലതുപുറത്തെ ചെമ്പട കുപ്പായത്തിൽ വടംവലിയുടെ ചരിത്രങ്ങൾ എഴുതി ചേർത്ത കോട്ടയത്തിന്റെ പോരാളികൾ തന്നെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതി ചേർത്ത ആഹാ നീരൂർ എന്ന 3 അക്ഷരങ്ങളിൽ കളിക്കള വിളക്കി മറിച്ച പോരാളികളെ കൂട്ടുപിടിച്ച് ചാമ്പ്യൻ കോച്ച് റോയി നീരൂരിന്റെ കൈപിടിച്ച് കളിക്കളത്തിൽ ആഹാ നീരൂരെങ്കിൽ മറുപുറത്ത് ആവേശങ്ങളുടെ പോരാട്ടത്തിൽ കളിക്കളം കീഴടക്കിക്കൊണ്ട് ബെബിസൺ മാത്യു കുന്നേൽ
ബി ഗ്രൂപ്പിന്റെ വിന്നേഴ്സ് പോരാട്ടങ്ങൾക്കായിട്ട് ഗ്രാൻഡ് ക്ലാസിക് ജോയൽ ഓട്ടോമൊബൈൽസ് കോത്തലയുടെ നാമധേയത്തിൽ എത്തിച്ചേരുന്നതോടൊപ്പം ലക്ഷ്യ എരുമേലി ടീമുകൾ കോട്ടിലേക്ക് മാത്യു കുന്നേൽ സെവറാർട്സ് കോത്തല ടീമുകൾ തയ്യാറാവും. ഒരു പെട്ടിയോട്ടോ വിളിച്ച് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. രണ്ടാം സമ്മാനം ഒരു റിസ്റ്റ് വാച്ച് ആണ്. 50 കിലോ അരി ന്യൂബോൺ വാക്കാണ് സ്പോൺസർ ചെയ്യുന്നു. രണ്ടാം സമ്മാനം ചെയ്യുന്ന അയൺ ബോക്സ്. നാലാം സമ്മാനം ബിബിൻ തച്ചനോളിയിൽ അനൂപ് ചൂരക്കുഴിയിൽ സ്പോൺസർ ചെയ്യുന്ന ടച്ചിങ്സ് ജോവാനോ പാർക്ക്. ഒപ്പം ബിബിൻ പാലത്താനം നൽകുന്ന 5ാം സമ്മാനം സീലിംഗ് ഫാന്. 6, 7, 8 സമ്മാനങ്ങൾ. ഒരു ഷർട്ട്, സാരി 40 രൂപയ്ക്കും 50 രൂപയ്ക്കും മുടക്കിയാൽ ഒരു സമ്മാനം പോലും കിട്ടാതെ ചുരുട്ടി കൂട്ടി കളയുന്ന സമയത്ത് 20 രൂപയ്ക്ക് ഒരു ഭാഗ്യ പരീക്ഷണം ഒത്താൽ ഒരു ചാക്കരി ഉമ്മിക്കൊണ്ടു പോകാം. 20 രൂപ മുടക്കി സംഘാടക സമിതിയുമായി സഹകരിക്കും. കളിക്കളത്തിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് നടക്കുന്ന പോരാട്ടം ഒറ്റ വരിയിൽ നിന്ന് 3 വരിയിലേക്ക് നടന്നു പോകാൻ കളിക്കളത്തിലെ പോരാട്ടങ്ങളിൽ സമ്മാനമുറപ്പിച്ച് നടന്നു പോകുന്ന പോരാട്ടങ്ങളിലേക്ക് കളിക്കളം എത്തിച്ചേരുന്നു. ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ കളിക്കളത്തിൽ ഫ്രണ്ട്സ് മല്ലിക്കത്തുറപ്പിൽ മറുപുറത്ത് കോട്ടയത്തിന്റെ പോരാളികൾ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തി കടന്നു വന്നവർ ആദം തുണ്ടിക്കരോട്ടിന്റെ നാമധേയത്തിൽ എത്തിച്ചേർന്ന പോരാളികളുടെ കരിക്കാട്ടൂരിന്റെ പോരാളി കൂട്ടങ്ങൾ പരിശുദ്ധ പൂജ രാജാക്കന്മാരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അണിയിച്ചൊരുക്കിയ മണിമലയുടെ തൊട്ടടുത്ത സ്ഥലമായ കരിക്കാട്ടൂരിന്റെ മലയിലും പോരാട്ട വിസ്മയം തീർക്കാൻ കടന്നെത്തിയ വിദേശികളും പോരാളികളും ഒരു കളിക്കളത്തിലേക്ക് പോരിന്റെ പതിനേഴ് പോരാട്ടങ്ങൾ തീർക്കാൻ എത്തിച്ചേരുമ്പോൾ ഈ കളിക്കളമത് വില്ലേഴ്സിന്റെ പോരാട്ടം കൈയടിച്ചൊന്ന് സ്വീകരിച്ച് പോരാട്ടങ്ങളുടെ വിസ്മയമൊരുക്കുന്ന കളിമികവിന്റെ കളിക്കളത്തിൽ വാക്കാടിന്റെ മണ്ണിൽ വാക്കിന് വ്യത്യാസം കാണിക്കാതെ കളിക്കളത്തിൽ പോരിന്റെ പെരുമയുള്ള വിജയ തീരങ്ങളിലൊക്കെ നടന്നെടുക്കാൻ എത്തിച്ചേർന്ന 14 പോരാളികൾ ലീഡുകൾ വലിച്ചു മുറുക്കിക്കൊണ്ട് ഈ കളിക്കളത്തിൽ കാളക്കൂറ്റന്മാരെ പോലെ കപ്പയെ പിടിച്ച് മുറുക്കിക്കൊണ്ട് യുവമൈത്രി കളിക്കാട്ടൂർ കൈയടിച്ചെന്ന് സ്വീകരിച്ച് ആദം തുണ്ടിക്കരോട്ടിന്റെ നാമധേയങ്ങളുമായി കളിക്കാട്ടൂരിന്റെ പോരാട്ട വീതികളിൽ നിന്നും വിരുന്നു വന്നവർ ഒരു പുറത്തെങ്കിൽ തിരിച്ചുവരവിന് ഒരു പാതയൊരുക്കാൻ ഉറപ്പിച്ചുകൊണ്ട് മുക്കാലിയുടെ ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങൾ കളിമികവിന്റെ പോരാട്ടങ്ങളും അണിയിച്ചൊരുക്കിക്കൊണ്ട് ഇന്ത്യന്റെ പടയോട്ട വീതിയിലേക്ക് പ്രവീൺ മുക്കാലിയെ കൂട്ടുപിടിച്ച് എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങൾ കൈയടിച്ച് മുക്കാലി തിരിച്ചുവരവിന്റെ പടയോട്ട വീതി കയ്യടിയുടെ പിൻബലത്തിൽ കളിക്കളത്തിൽ ആര് കളിക്കുന്ന റിമണങ്ങളെ വെള്ളങ്ങളെ തൊടാൻ ഉറപ്പിച്ചുകൊണ്ട് ആര് കളിച്ച് ഒരു വരയിൽ നിന്ന് മറുവരയിലൊക്കെ നടന്ന് കയറുമ്പോൾ കൊടുത്തലീടിനെ തിരിച്ചെടുക്കാൻ വിട്ടുകൊടുത്ത ലീഡുകൾ ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചു പിടിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ആദം തുണ്ടിക്കരോട്ടിന്റെ പോരാളികൾ ഒരിക്കലങ്ങനെ പരാജയപ്പെടാൻ മനസ്സില്ലാത്ത 14 പോരാളി കൂട്ടമെന്ന പോരാട്ടമത് കൈയടിച്ചെന്ന് സ്വീകരിച്ച് അവസാനങ്ങളിലേക്ക് സ്വീകരിക്കുന്നത് പോരാട്ടം കളിക്കളത്തിൽ ബി ഗ്രൂപ്പിന്റെ പോരാട്ടം. വിജയിച്ചാൽ ഒരു ടീമുകളും നേരെ കളിക്കളത്തിൽ വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിലെ സമ്മാനങ്ങളിലേക്കും എത്തിച്ചേരുന്ന 2 പോരാളി കൂട്ടങ്ങൾ. ഗ്രൂപ്പിലെ ചാമ്പ്യൻ ആരെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കളിക്കളം അത്. ഒരു പുറത്ത് ജോയൽ ഓട്ടോമൊബൈൽ
ഓട്ടോമൊബൈൽസ് കോത്തലയുടെ നാമധേയത്തിൽ കടന്നു വന്നവർ ഗ്രാൻഡ് ക്ലാസിക് കോത്തല. ആദ്യ പോരാട്ടത്തിൽ KBM ഇലക്കാട് കളിക്കളത്തിൽ വിജയിച്ചെങ്കിൽ തൂക്ക സെന്ററിൽ പരാജയപ്പെട്ടപ്പോൾ വിജയിയായി കടന്നു വന്നവർ അതേ പോരാളികളെ പോലെ മറുപുറത്ത് ലക്ഷ്യായിരുമേലെ സഹൃദയ കോത്തല കളിക്കളത്തിൽ വിജയിച്ചെങ്കിൽ ക്ലാസ് പോയിന്റിൽ പരാജയപ്പെട്ടപ്പോൾ അനിവാര്യമായ വിജയമത് ഒരു ഭാഗ്യം പോലെ കടന്നു വന്ന രണ്ട് പോരാളികൾ ഈ കളിക്കളത്തിൽ ചാമ്പ്യൻ പോരാട്ടത്തിന്റെ പടയോട്ടങ്ങളിലേക്ക് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി കടന്നു പോകാൻ ഉറപ്പിക്കുന്നവർ വീടുകൾ വലിച്ചു മുറുക്കി ലക്ഷ്യായിരുമേലെ ഗ്രൂപ്പിലെ ചാമ്പ്യൻ. ശ്രദ്ധിക്കുക, ഈ മത്സരങ്ങളിൽ ഒരു ആദരം ARE ലഗോഫോർ അസോസിയേഷൻ നൽകുകയാണ്. കോട്ടയം ജില്ലയുടെ ഉടമ്പടി ചരിത്രത്തിൽ ഏറ്റവും അധികം കാലഘട്ടം നിറഞ്ഞു നിന്ന പോരാളി പോരാട്ടങ്ങളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മീനച്ചിൽ സെവൻസ് പാലായുടെ 1-ാം നമ്പറിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട സിബി ജനറൽ മീനച്ചിൽ സിബി സെബാസ്റ്റ്യൻ എന്ന നാമധേയം പഞ്ചഗുസ്തിയുടെ ചാമ്പ്യൻ. അങ്ങനെ നിരവധി പേരുകളിൽ കോട്ടയം ജില്ലയുടെ പേരും പെരുമയും കമ്പവലിയുടെ നാമധേയ തട്ടകങ്ങളിൽ എക്കാലത്തും നിറച്ചുവെച്ച ആ പ്രിയപ്പെട്ട പോരാളിക്ക് ഈ പ്രായത്തിലും ഈ കളിക്കളത്തിൽ സ്വന്തം കൂട്ടം സെബാസ്റ്റ്യൻ കോടകളിലെയും ഒപ്പം നൽകുന്നതിന് വേണ്ടി പ്രതീക്ഷിതരായി ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി തന്നെ നൽകുക. പഞ്ചഗുസ്തിയുടെ ചാമ്പ്യനാണ്. ഒപ്പം തന്നെ വടംവലിയുടെ ഒരു പുറത്ത് മീനച്ചിൽ സെവൻസ് പാലായെങ്കിൽ മറുപുറത്ത് ഉദയ കഞ്ഞിക്കും. കൈയടിച്ച് സ്വീകരിക്കേണ്ടത് പോരാട്ടം. ആവേശത്തിന്റെ പടയോട്ടകളിൽ സി ഗ്രൂപ്പിന്റെ പോരാട്ടം അണിയിച്ചൊരുക്കിയ പോരാളികൾ. ഒരു പുറത്ത് ആവേശ പടയോട്ടങ്ങളിലേക്ക് കടന്നു വന്നവർ മീനച്ചിലാറിന്റെ തീരങ്ങളിൽ നിന്നും ഈ കളിക്കളത്തിൽ കോട്ടയത്തിന്റെ വടംവലി തട്ടകങ്ങളിൽ നിറഞ്ഞു നിന്ന നാമധേയമത് മീനച്ചിൽ സെവൻസ് പാലായെങ്കിൽ മറുപുറത്ത് കഞ്ഞിക്കുഴിയുടെ പോർന്നു വന്നവർ ഉദയ കഞ്ഞിക്കുഴി. കൈയടിച്ചൊന്ന് സ്വീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളത് ഗിരീഷ് എന്ന ചാമ്പ്യൻ പോരാളിയുടെ കോച്ചിങ്ങിൽ കളിക്കളത്തിൽ സി ഗ്രൂപ്പിന്റെ ചാമ്പ്യന്മാരായി ക്വാർട്ടർ ഫൈനൽ പിടിക്കാൻ ആരെന്നുള്ള ചോദ്യങ്ങളുമായി കടന്നു പോകുമ്പോൾ വീടുകൾ വലിച്ചു മുടക്കി മറുപുറത്ത് രാജീവും കൂട്ടാളികളെല്ലാം അണിയിച്ചെടുക്കുന്ന പോരാട്ടമത് മീനച്ചിൽ സെവൻസ് പാല. കൈയടിച്ചൊന്ന് സ്വീകരിച്ച് ഇതിന്റെ പടയോട്ട വേദിയിലേക്ക് വിരുന്നു വന്ന 14 പോരാളികളുടെ പോരാട്ടങ്ങളമത് പകർന്നു കിട്ടിയ ചരിത്രങ്ങളും പകച്ചു നിൽക്കാത്ത ചങ്കൂറ്റവുമായി പാലൂട്ടിയ പെറ്റമ്മയ്ക്ക് മേലെ പെരുത്തിഷ്ടം കൂടിയ പേരമ്മയെ പോലെ പേരിനൊപ്പം ചേർത്തെഴുതിയ ജന്മനാടിന്റെ പേരും പെരുമയും വാനോളം ഉയർത്താൻ വാക്കാടിന്റെ വർണ്ണാമ്പലത്തിൽ വാർമഴവില്ലഴകിന്റെ വെങ്കായങ്ങൾ ചാലിച്ച് സ്വന്തം നാമധേയങ്ങളും എഴുതി ചേർത്ത് കടന്നു പോകാൻ കടന്നെത്തിയ 14 കളിക്കൂട്ടങ്ങളുടെ പോരാട്ടങ്ങളമത് വീടുകൾ വലിച്ചു മുറക്കി മീനച്ചിൽ സെവൻസിന്റെ പോരാളികളെങ്കിൽ തിരിച്ചു വരവിന് പാതയൊരുക്കാൻ ഉദയ സെവൻസ് കഞ്ഞിക്കുഴി കൈയടിച്ചൊന്ന് സ്വീകരിച്ച് ആടി ഉറയുന്ന കമ്പവടമകലെ പാതി ദൂരത്തിൽ ആടി കളിക്കുന്നെങ്കിൽ സജി ഗാസി എന്ന കൂവപ്പള്ളിയുടെ പ്രിയപ്പെട്ട റഫറിയുടെ ചുണ്ടിൽ തട്ടി കളിക്കുന്ന വിസിലാദമാർക്ക് അനുകൂലമെന്ന ചോദ്യങ്ങളുമായി കളിക്കളത്തിലേക്ക് 14 പോരാളികൾ കൈയടിച്ച് തിരിച്ചു വരവിന് പാതയൊരുക്കിക്കൊണ്ട് 7 കുണ്ടുകൾ വട്ടം കെട്ടിയ കോട്ടയത്തിന്റെ മുന്നിറങ്ങിയെത്തിയവർ ഉദയ കഞ്ഞിക്കുഴി. കയ്യടിയുടെ പിൻബലങ്ങൾ കളിക്കളത്തിൽ ആവേശത്തിന്റെ പടയോട്ടം ഒരുക്കുമ്പോൾ ഈ കളിക്കളത്തിൽ നിന്ന് കളിമികവിന്റെ പോരാട്ടങ്ങളുമായി കോഴിക്കോടിന്റെ ചാമ്പ്യൻ പടയോട്ട വീതികയിലേക്ക് ആര് കടന്നു പോകുമെന്നുള്ള ചോദ്യങ്ങളുമായി 14 പേരങ്ങനെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പിലേക്ക് അങ്ങനെയൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സിലെന്ന് ഉറപ്പിച്ചുകൊണ്ട് മീനച്ചിൽ സെവൻസ് സിബിച്ചറി കൂട്ടാളികളെ ആടിയുറയുന്ന കമ്പവടമകൾ വടംവലിയുടെ ചരിത്ര നിമിഷങ്ങൾ ആടിവരയുന്ന പോരാട്ടങ്ങൾ. ബെബിസൺ മാത്യു കുന്നേലിന്റെ പോരാളികൾ 7 ആർട്സ് കോത്തല ടീമുകൾ കോർണറിലേക്ക് എത്തിച്ചേരുക. വിനേഷ് സ്കൂളിന്റെ അവസാന പോരാട്ടം. ഇതിനുശേഷമായി ലൂസേഴ്സ് പോരാട്ടങ്ങൾക്ക് ടീമുകൾ തയ്യാറാവുക. ഏബലനിൽ പനച്ചിക്കലിന്റെ നാമധേയത്തിൽ ഫ്രണ്ട്സ് പള്ളിക്കത്തോട് ബ്രദേഴ്സ് കോട്ടയം ടീമുകൾ മത്സരങ്ങൾക്കായി തയ്യാറാവും.
हाँ टॉस सेकंड है സച്ചിൻ പ്രദേശിന്റെ പോരാളികൾ സി ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് ടീമുകൾ തയ്യാറാവുക. ന്യൂബോൺ വാക്കാട്, മീനച്ചിൽ സെവൻസ്, പാല ടീമുകൾ മത്സരങ്ങൾക്കായി തയ്യാറാവും. മനോജ് ബെന്നി, ഷിൻഡോ മാത്യു വാക്കാടിന്റെ നാമധേയത്തിൽ ന്യൂബോൺ വാക്കാട്, മീനച്ചിൽ സെവൻസ്, പാല ടീമുകൾ ലൂസേഴ്സ് പോരാട്ടങ്ങൾക്കായി തയ്യാറാവുക. ബി ഗ്രൂപ്പിൽ ലൂസർ മത്സരമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ടീമുകൾ ഓവർവെയിറ്റിൽ പുറത്തായതുകൊണ്ട് മത്സരങ്ങൾ പെട്ടെന്ന് തന്നെ ആനാമ്പുഴി സ്പോൺസർ ചെയ്യുന്ന 8000 ക്യാഷ് അവാർഡ്, അലീഷ ആൻഡ് അലോഷി ആൽബിൻ പാലത്താൻ സ്പോൺസർ ചെയ്യുന്ന ട്രോഫി ചാമ്പ്യന്മാർക്ക് നൽകപ്പെടുന്നു. സ്വീകരിക്കേണ്ടത് പോരാട്ടം. ആവേശത്തിന്റെ പടക്കളമൊരുക്കി കളിക്കളത്തിലേക്ക് വിസ്മയങ്ങൾ തീർക്കാൻ ബി ഗ്രൂപ്പിന്റെ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കടന്നു വന്നവർ ഒരു പുറത്ത് പടയോട്ട വേദികയിലത് ആദ്യ ലൂസർ പോരാട്ടം. മത്സര പരാജയം കളിക്കളത്തിൽ നിന്നും ഈ ആട്ടത്തിലേക്ക് എത്തിച്ചേരുന്നെങ്കിൽ വിജയിച്ചാൽ വീണ്ടും സൂപ്പർ സ്റ്റാർ മുഖാലിയുമായ ഒരു പോരാട്ടം അവസാനിക്കും. ആരംഭത്തിലെ പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേർന്നവർ ലൂസേഴ്സ് പോലിന്റെ പോരാട്ടങ്ങളൊന്നുമില്ലാതെ മടങ്ങിപ്പോകുന്ന പോരാട്ടമെങ്കിൽ വിജയിച്ചാൽ അവസാന 8001 ചാമ്പ്യൻ സമ്മാനത്തിലേക്ക് നടന്നു കയറുന്ന പോരാട്ടം വരെ എത്തിച്ചേരാവുന്ന കളിക്കൂട്ടങ്ങൾ കൈയടിച്ചൊന്ന് സ്വീകരിക്കേണ്ടുന്ന പടയോട്ടങ്ങളത് കണ്ടും കാലും കയ്യും മെയ്യും ഉണ്ടാക്കി നാദോരമെത്തുന്ന കാറ്റിനെ പോലും കൊടുങ്കാറ്റാക്കി കമ്പക്കളങ്ങളിൽ ആടിത്തിമർക്കുമ്പോൾ കാലത്തെറ്റി കടന്നു വരുന്ന കാലകേയന്റെ കണങ്കാലുകൾക്ക് പോലും കോച്ചുവിടങ്ങാൻ ഉറച്ചെത്തിയ കമ്പവലിയുടെ ഒറ്റ കൊമ്പന്മാർ മുഖാമുഖം ഏറ്റുവിട്ടുന്ന കമ്പക്കളമത് വാക്കാടിന്റെ പോരാട്ട വീതികളിൽ ആര് ഈ കളിക്കളത്തിൽ കാലകേയന്റെ ശിഷ്യന്മാരായി കടന്നു പോകുമെന്നുള്ള ശരിയാവും അകത്തുണ്ടാകുന്ന സാധനമല്ലേ ലൂസേഴ്സ് പോരാട്ടം ടീമുകൾ ശ്രദ്ധിക്കുക. ഒറ്റവലിയിൽ അവസാനിക്കുന്ന പോരാട്ടം. പരാജയപ്പെട്ടാൽ കളിക്കളത്തിലെ 10ാം സ്ഥാനം, വിജയിച്ച ഗ്രൂപ്പിലെ രണ്ടാമന്മാരായി ക്വാർട്ടർ ഫൈനൽ പിടിക്കാൻ കടന്നു പോകും. 1 രൂപ വീതം ക്യാഷ് അവാർഡുകൾ നൽകപ്പെടും. സ്വീകരിച്ച് ഒരു അവസാനവട്ട പോരാട്ടത്തിലെത്തിയിരിക്കുന്ന 14 പേർ ഓപ്പൺ ലോഡിൽ തന്നെ മത്സരങ്ങളെ മുറക്കിക്കൊണ്ടു പാലായുടെ പോരാളികൾ മീനച്ചിൽ സെവൻസ് പാല ആവേശത്തിന്റെ കളിക്കളം ഒറ്റവരിയിൽ അവസാനിപ്പിച്ച് ഈ ഗ്രൂപ്പിന്റെ രണ്ടാം പുലരി സ്റ്റോഴ്സ് കടക്കഞ്ചേരിയുടെ പോരാളികളൊപ്പം ആഹാ ദേലൂർ പാല ടീമുകൾ എത്തിച്ചേരും. മുഴക്കി കടന്നുപോയ ഒരു ടീമുണ്ടായിരുന്നു ആഹാദിയിലും. അതിന്റെ എക്കാലത്തെയും അമരക്കാരൻ ശ്രീ റോയി വേലൂർ എന്ന പ്രിയപ്പെട്ടവൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുതുതലമുറ കൂട്ടി
നീലൂരിന്റെ താരതമ്പുരാൻ ശ്രീ റോയി നീലൂരിനെയും ഒപ്പം അത് നൽകുന്നതിന് വേണ്ടി ഗോപാൽ അസോസിയേഷന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ സർഗേവ് അവർകളെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. വടംവലിയുടെ ചരിത്രത്തിൽ കമ്പവലിയുടെ പോരാട്ടങ്ങളത്തെ അപ്രപാളികളിലേക്ക് പോലും എത്തിച്ച ഒരു നാമധേയങ്ങളാണ് നീലൂർ എന്ന ആ നാമധേയമെങ്കിൽ അതിന്റെ എക്കാലത്തെയും നെടുനായക പോരാട്ടങ്ങളിലെ പേരും പെരുമയുമുള്ള പോരാട്ടങ്ങളുമായി എത്തിച്ചേരുന്നു. പരാജയപ്പെട്ടാൽ 12ാം സ്ഥാനം വാങ്ങി ഒരു സമ്മാനം ഉറപ്പിച്ച് മടങ്ങിപ്പോകുന്നു. വിജയിച്ച കളിക്കളത്തിൽ ഡി ഗ്രൂപ്പിന്റെ രണ്ടാമന്മാരായി ക്വാർട്ടർ ഫൈനൽ പിടിക്കാൻ സ്വീകരിക്കേണ്ട പോരാട്ടം സായന്ത്രസീമയിൽ ചെഞ്ചായം ചാർത്തി ചമച്ചൊരുക്കിയ ചരിത്രങ്ങളുടെ ചാരുഹാസങ്ങളിലേക്ക് ചക്രവർത്തിമാരെ പോലെ നടന്നു കയറി ഇതിഹാസം എഴുതിയ ചിത്രസിംഹാസനങ്ങൾ ലക്ഷ്യമാക്കി കടന്നുപോയ നടന്നു കയറിയ പോരാളികൾ നീലൂരെങ്കിൽ അതിന്റെ പുത്തൻ പതിപ്പ് ചൂക്കയുടെ പോരാട്ടങ്ങളുമായി കടന്നെത്തിയവർ ചെമ്പടകളായ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ മുത്തിയമ്മയുടെ അനുഗ്രഹങ്ങളുമായി കളിക്കളത്തിലേക്ക് കടന്നു വന്നവർ കടക്കഞ്ചേരിയുടെ പോരാളികൾ മുത്തിയമ്മ നാട് മത്സരങ്ങളെ കീഴടക്കി തന്നെ സ്വീകരിക്കുന്ന പടയോട്ടങ്ങളും അണിയിച്ചൊരുക്കി വീണ്ടും ഒരു ലൂസർ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോട്ടയം ജില്ലയുടെ വടംവലി പോരാട്ട ചരിത്രത്തിൽ മുക്കാലിയുടെ നാമധേയ കളിക്കളത്തിൽ നിന്നും കോട്ടയത്തിന്റെ വടംവലി ചരിത്രത്തിൽ ഏറ്റവും അധികം ടീമുകൾ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ നിന്നും കടന്നു വന്നു. മുക്കാലി എന്ന് പറയുന്ന നാട്ടിൽ നിന്നും കടന്നു വന്ന 2 ടീമുകൾ ഒരു പുറത്ത് പഴച്ചുകളുടെ നാമധേയത്തിൽ ഫ്രണ്ട്സ് പള്ളിക്കത്തോടെങ്കിൽ മറുപുറത്ത് അതേ പോരാട്ടങ്ങളുമായി മുക്കാലി അയ്യടിയുടെ പിൻബലത്തിൽ കളിക്കളത്തിൽ ഒരു അവസാനവട്ട പോയിന്റിറങ്ങിയിരിക്കുന്ന പടയാളികളുടെ പോരാട്ടം പരാജയപ്പെട്ടാൽ അത് കളിക്കളത്തിലെ 11ാം സ്ഥാനവും ഒരു സമ്മാനവും ഉറപ്പിച്ച് മടങ്ങി പോകുമെങ്കിൽ വിജയിച്ചാൽ കളിക്കളത്തിൽ എ ഗ്രൂപ്പിന്റെ രണ്ടാമന്മാരായി ക്വാർട്ടർ ഫൈനൽ പിടിച്ച് അവസാനങ്ങളിൽ വരെ നടന്നു കയറാനുള്ള അവസരമൊരുക്കുന്ന പോരാട്ടക്കളം അത് കൈയടിച്ചൊന്ന് സ്വീകരിച്ച് കളിയാട്ട മികവിന്റെ പോരാട്ടമണി അസോസിയേഷനും സംയുക്തമായി അണിയിച്ചൊരുക്കിയ കമ്പവലി പോരാട്ടത്തിന്റെ പോരാട്ട വീതിയിലേക്ക് വിരുന്നു വന്ന മുക്കാലിയുടെ കളിക്കൂട്ടങ്ങൾ ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ ആരാരെ കീഴ്പ്പെടുത്തി കടന്നു പോകുമെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി 14 പേരിൽ ടാർഗോട്ടിൽ കമ്പവലിയുടെ പോരാട്ട വിജയം മനസ്സമാക്കാൻ ആടിത്തിമർക്കുന്ന പോരാട്ടത്തിന്റെ അവസരം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ സംഘാടക സമിതിയുടെ ധനശേഖരണാർത്ഥം അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ചാമ്പ്യൻ സമ്മാന കൂപ്പൺ 20 രൂപയ്ക്ക് 10 മെഗാ സമ്മാനങ്ങൾ അടങ്ങുന്ന ഒരു ചാമ്പ്യൻ അരി ന്യൂ ബോൺ വാക്കാട് വടംവലി ടീം സ്പോൺസർ ചെയ്യുന്നു. 2ാം സമ്മാനം നിഫിൻ ജോസി സ്പോൺസർ ചെയ്യുന്ന വാച്ച്, 3ാം സമ്മാനം ബേബി കൊല്ലക്കോട് സ്പോൺസർ ചെയ്യുന്ന അയൺ ബോക്സ്, 4ാം സമ്മാനം വിപിൻ തച്ചനോടിയിലാണ്ട് അനൂപ് ചൂരക്കുഴിയിൽ സ്പോൺസർ ചെയ്യുന്ന ടച്ചിങ്സ് ജോ, ഒപ്പം ലെജൻഡ്സ് ഓഫ് ടഗോഫാർ എന്ന പേരിൽ
പുതിയ ഒരു വടംവലി ചാനൽ ഇവിടെ രൂപം കൊള്ളുകയാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. ഈ ചാനലിന്റെ കൂപ്പൺ ഇവിടെ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങളുടെ സ്ക്രീൻഷോട്ടും ഒപ്പം പേരും വിലാസവും രേഖപ്പെടുത്തിയ ഒരു സമ്മാന കൂപ്പൺ 790 911 46 22 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് അടുത്ത 9-ാം മാസം നടക്കുന്ന നറുക്കെടുപ്പിൽ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം വാങ്ങാനുള്ള അവസരമുണ്ട്. കാണികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള ഫ്രീ കൂപ്പണാണ്. ചോദിച്ചു വാങ്ങുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാന പോരാട്ടം ലൂസേഴ്സ് സ്കൂളിന്റെ അവസാന പോരാട്ടം. പരാജയപ്പെട്ടാൽ 9-ാം സ്ഥാനവും ഒരു സമ്മാനവും ഉറപ്പിക്കുന്നെങ്കിൽ ഫൈനൽ പിടിക്കാൻ കടന്നു പോകുന്ന പോരാട്ടം. ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കായി ടീമുകൾ തയ്യാറാവുക. യുവമൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരിക്കാട്ടൂർ, ഗ്രാൻഡ് ക്ലാസിക് കോട്ടല ടീമുകൾ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കായി തയ്യാറാവുക. ചാമ്പ്യൻ പടയോട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളികളെ പോലെ കോട്ടല, ബെബിസൺ മാർട്ടിൻ